കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടത് വെറും രാഷ്ട്രീയ പോരാട്ടമായിരുന്നില്ല. അതൊരു വലിയ മഹാപാപത്തെ ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർത്ത നാടകമായിരുന്നു. ലോകമെമ്പാടുമുള്ള ഭക്തർ തൊഴുതു വണങ്ങുന്ന ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നത് ആരാണ്? സഭയ്ക്കുള്ളിൽ ഷർട്ടും മുണ്ടും പിച്ച് ചീന്തി ഇവർ ആരെയാണ് ഈ പറ്റിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ചകൾ ലജ്ജാകരമാണ്. നിയമസഭയുടെ അന്തസ്സ് കെടുത്തിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറുന്നു, വാച്ചാൻ വാർഡിനെ തല്ലിച്ചതയ്ക്കുന്നു. വി.ഡി. സതീശനും സംഘവും സഭയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. സത്യത്തിൽ എന്തിനായിരുന്നു ഈ വേഷം കെട്ട്? അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്ന സതീശനോട് ഒരു ചോദ്യം: ഈ കേസ് CBI ഏൽപ്പിക്കണമെന്ന് പറയാൻ നട്ടലുണ്ടോ? ഇല്ല. കാരണം CBI വന്നാൽ പിണറായിയും സതീശനും ഒരേ സെല്ലിൽ കിടക്കേണ്ടി വരുമെന്ന ഭയമാണ് ഈ കാണുന്ന ഒച്ചപ്പാടുകൾക്കെല്ലാം പിന്നിൽ. പകൽ വെളിച്ചത്തിൽ പരസ്പരം ചീത്ത വിളിക്കുന്നവർ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഒരേ മേശയിൽ ഇരുന്ന് കൊള്ള മുതൽ പങ്കുവയ്ക്കുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ചാർത്തിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എവിടെ പോയി? സ്വർണത്തിന് പകരം അവിടെ ഇന്ന് വ്യാജ ലോഹങ്ങളാണ് ഇരിക്കുന്നതെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി കഴിഞ്ഞു. ഭക്തരുടെ വികാരത്തേക്കാൾ ഇവർക്ക് വലുത് സ്വർണമാണ്. അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ്. 4 മാസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. VSSCയിലെ ലോഹ പരിശോധനാ റിപ്പോർട്ട് വരാനുണ്ടെന്ന് പുകമറ സൃഷ്ടിച്ച് സർക്കാർ സമയം തള്ളുകയാണ്. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭീഷണിയാണെങ്കിൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് SITയെ നിശ്ചലമാക്കി. പോലീസ് മനഃപൂർവ്വം വൈകിക്കുന്നത് വഴി പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ വഴിയൊരുക്കുകയുമാണ്. ഇതാണോ നിങ്ങളുടെ രീതി? ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിലാണ്. അയോധ്യയിലും കാശിയിലും ഹൈന്ദവ പൈതൃകത്തെ പുനഃസ്ഥാപിക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, യുക്തിവാദി ഭരണകൂടം ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള വരുമാന മാർഗമായി കാണുന്നു. ഈ കേസിലേക്ക് കേന്ദ്ര ഏജൻസിയായ ED കടന്നു വരുന്നത് ഇവർക്ക് സഹിക്കുന്നുമില്ല. സ്വിസ് ബാങ്കിലെ അക്കൗണ്ടുകളിലേക്കും വിദേശ നിക്ഷേപങ്ങളിലേക്കും ഈ സ്വർണ്ണക്കടത്തിന്റെ വേരുകൾ എത്തുമെന്ന് ഉറപ്പായതോടെയാണ് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഇവർ ഒത്തുകളിക്കുന്നത്. സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിശ്വസ്തർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം കടക്കെണിയിലാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വത്തിലും ഇവർ കൈവച്ചു. ഇതിനെതിരെ നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് BJP മാത്രമാണ്. ക്ഷേത്രങ്ങളിലെ മോഷണം പണ്ട് കള്ളന്മാർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് സർക്കാർ സ്പോൺസേഡായി മാറിക്കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, കിഫ്ബി, ഇപ്പോൾ ഇതാ ശബരിമലയും. ഈ അവിശുദ്ധ അന്തർധാരയെ നമ്മൾ തിരിച്ചറിയണം. ഭക്തരെ വഞ്ചിക്കുന്ന ഈ ദുഷ്ടശക്തികൾക്ക് അയ്യപ്പൻ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. എന്തായാലും സത്യം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം അനിവാര്യമാണ്. ആ കാര്യത്തിൽ എന്തായാലും തർക്കമില്ല. എന്തായാലും നിയമസഭയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ട് വഞ്ചിതരാകരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.